ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇസ്രായേൽ നടത്തുന്ന ഓരോ ഓപ്പറേഷൻസും അതിൻ്റെ പ്രത്യേകതകൾ. ശരിക്കും ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഇതൊരു സർജറി മെത്തേഡിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇസ്രായേൽ ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റിയെയും അതുപോലെ തന്നെ ഈ മിലിറ്ററി കേപ്പബിലിറ്റി ഇറാൻ്റെ ഒരു ഓർഗനാണെന്ന് വെച്ചോ, ഈ ഓർഗനെ എങ്ങനെയാണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക, ആ മാതൃകയിലാണ് ഈ ഓപ്പറേഷൻസ് ഉടനീളം ഇസ്രായേൽ കാഴ്ചവെക്കുന്നത്. അതിൽ നമ്മൾ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ മീൻസ് അതിന് ആദ്യമേ മയക്കമരുന്ന് കൊടുക്കണം, മീൻസ് അനസ്തീഷ്യ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇൻസിഷൻ ഇടണം. ഇൻസിഷൻ കഴിഞ്ഞാലാണ് പിന്നീടാണ് ഏതാണ് പാർട്ട്, ആ പാർട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ മാതൃകയിലാണ് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ ത്രൂ ഔട്ട്. ഈ ഓപ്പറേഷനിൽ ഇസ്രായേൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ അളന്ന് കുറിച്ച് മെഷേർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇപ്പം ഈ അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആയത്തുള്ള ഖമനേയിയെ എടുത്തു മാറ്റിയതാണ്. അതിൽ തന്നെ ഇറാൻ വിറങ്ങലിച്ചു. അവർ ശരിക്കും പറഞ്ഞാൽ അവർ അബ്നോർമലായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ വിരളി പിടിച്ചുകൊണ്ടുള്ള ആക്രമണ രീതിയാണ്, ആക്രമണ ശൈലിയാണ് അവർ കൈക്കൊണ്ടത്. അതവർക്ക് വിജയകരമായി അവരയച്ച മിസൈലുകളെല്ലാം തന്നെ ലക്ഷ്യം കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിനായാലും ശരി തന്നെ, അതുപോലെ ഡ്രോൺ അറ്റാക്കിലും അവർക്ക് വൻ നഷ്ടം. അവർ ഇതുവരെ അയച്ച മിസൈലുകളുടെയും അതുപോലെ ക്രൂയിസ് മിസൈലുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി ഇത്രമാത്രം മിസൈലുകളും ഡ്രോണുകളൊക്കെ അവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിൽ പൈസ അവർ മുടക്കേണ്ടി വരും. ഇനി മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തന്നെ വെച്ചോ, ഇറാൻ എണ്ണ വിറ്റ് അവർക്ക് പൈസയുണ്ട്, മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ കരുതിക്കോളൂ. എന്നാൽ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അതായത് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഏരിയ, ബേസിക് യൂണിറ്റുകൾ, അതൊക്കെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇനി വീണ്ടും ഇതേപോലെ ഇറാൻ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 25 മുതൽ 30 വർഷം ഇതാ അടക്കുന്നത്. ആ രീതിക്കാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഇപ്പോഴും ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെന്റിന്റെ ഉള്ളിൽ പേപ്പറും കത്തിച്ചുകൊണ്ട് അമേരിക്കൻ ഫ്ലാഗ് കത്തിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കോമഡിയാണിത്. അമേരിക്കയിൽ ഇപ്പോൾ ഇറാൻ്റെ ഫ്ലാഗ് എടുത്ത് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ടു ഇറാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം കോമഡി ആയിരിക്കും. അത് ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ചില കോമഡികളാണ്. കോമഡികളായിട്ട് മാത്രമേ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. യുദ്ധത്തിലുണ്ടായ നഷ്ടത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലാഗ് എടുത്ത് പാർലമെന്റിന്റെ ഉള്ളിൽ വീശി കാണിച്ച് പൊതുജനങ്ങളെ വിഡ്ഢിയാക്കാം. പക്ഷേ ലോകത്തിന് വിഡ്ഢിയാക്കാൻ കഴിയില്ല. ലോകമല്ല ഇറാൻ, ഇറാനല്ല ലോകം. അത് ആ തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഇസ്രായേൽ ഇന്ന് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2-3 ഫുട്ടേജ് ഞാനിവിടെ കാണിക്കാം. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മഷാദ് എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിലെ ഓയിൽ ടാങ്ക്, എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം, ആ ഏരിയ കൃത്യമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് നിന്ന് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലുള്ള ഹൈഫ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ ഓയിൽ റിഫൈനറി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഹൈഫയിൽ പലപ്പോഴും ഡെബ്രി വീണിട്ടാണ് ഈ ഫ്യൂവൽ കത്തിപ്പിടിക്കുന്നത്. കാരണം ഈ ഗ്യാസോലിൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫ്ലേമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണല്ലോ. അതുകൊണ്ട് അവിടെ ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ തന്നെ തീ കത്തിപ്പിടിക്കും. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ഹിറ്റ്. ഇസ്രായേൽ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത്. മഷാദിൽ ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നേരെ കറാജിലേക്ക് വരും. കറാജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാർദീസ് എന്ന് പറഞ്ഞ സ്ഥലം, അതേപോലെ ഹെൽഫ് ടയർ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഈ 2 സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. 136 മീറ്റർ ഉയരമുള്ള ഒരു ബ്രിഡ്ജ്, ഈ കറാജിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിനെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ബ്രിഡ്ജ് പൊട്ടിക്കൽ ഓൾറെഡി തന്നെ ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ലിറ്റാനി റിവറിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ചെറിയ ചെറിയ ബ്രിഡ്ജുകൾ, കണക്റ്റിംഗ് ബ്രിഡ്ജുകൾ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന്റെ ഫുട്ടേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ള വലിയ ബ്രിഡ്ജാണ് ഇസ്രായേൽ ഖറാജിൽ നിന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ്. ആ കണക്റ്റിംഗ് പോയിന്റ് ആണ് അടിച്ച് തകർത്തിരിക്കുന്നത്.
അതായത് IRGCയുടെ മെയിൻ ആയിട്ടുള്ള ഒരു വെപ്പൺ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അപ്പോൾ ഈ പാലത്തിലൂടെ ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോറിഡോറും കൂടിയാണിത്. അതുകൊണ്ടാണ് ആ ഒരു പാലം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ ടബ്രീസിൽ ഒരു എയർ കൺട്രോൾ ടവർ, ഇവിടെ നിന്നാണ് ഇവർ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ടബ്രീസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അസർബൈജാൻ മുതൽ ഇപ്പുറത്ത് തുർക്കി ബോർഡർ മുതൽ ഒരു വലിയ ഏരിയ, കാസ്പിയൻ സീ ഏരിയ വരെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടവറാണ്. ഒരു ഹൈ മൗണ്ടൻ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എയർ കൺട്രോൾ ടവറാണ്. ഈ എയർ കൺട്രോൾ ടവറാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് തകർന്നിട്ടില്ല, പക്ഷെ അതിന്റെ ക്യാബിൻ ഏരിയ, മോണിറ്ററിംഗ് ചെയ്യുന്ന ഒരു ഏരിയ, ആ എൻറ്റയർ ക്യാബിൻ മൊത്തത്തിൽ തകർന്നിട്ടുണ്ട്. അതുപോലെ ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം രൂപപ്പെടാതെ എങ്ങനെ തടസ്സപ്പെടുത്താം. അപ്പൊ അതിനെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആഴ്ചയിൽ 1-2 ഇതിനു മുമ്പ് പ്രതിഷേധത്തിൽ പിടിക്കപ്പെട്ട വിദ്യാർത്ഥികൾ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവർ ആഴ്ചയിൽ 2 പേര് വെച്ചിട്ട് ഇങ്ങനെ 1-2 ആൾക്കാരെ കൊണ്ടുവരിക, അവരെ എക്സിക്യൂട്ട് ചെയ്യുക, അതും പൊതുജനങ്ങളുടെ ഇടയിൽ. അപ്പൊ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഫിയർ സൃഷ്ടിക്കുക. അത് പ്രതിഷേധിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇതേ ഗതി നിങ്ങൾക്കും വന്നേക്കാം എന്നുള്ളൊരു സൂചന കൂടിയാണിത്. ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ആക്ട് ഒക്കെ ഇവർ ഓപ്പൺ ഏരിയയിൽ വെച്ച് നടത്തുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കീഴ്വഴക്കമാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള കാട്ടാളന്മാരുടെ നിയമമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാട്ടാളൻ നിയമമാണ് ഇറാൻ ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൽ കാണുന്ന യുവാവിന്റെ പേരാണ് അമീർ ഹുസൈൻ. ഈ അമീർ ഹുസൈനെ ഇന്ന് ഇറാൻ വധിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് പ്രതിഷേധത്തിന് ഇറങ്ങി എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ പിടിക്കപ്പെട്ട വ്യക്തിയെ ഇപ്പോഴാണ് വധിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്രൂരമായ ഹീനകൃത്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ. പ്രതിഷേധിക്കുക എന്ന് പറയുന്ന ഒരു അവകാശമാണ്. അതിനൊക്കെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആ ഒരു സംസ്കാരം, ആ രാജ്യത്തിന്റെ എന്നുള്ളതല്ല, അതിന് പേർഷ്യൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സൗരാഷ്ട്രീയ മതമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ വേറെ. പക്ഷേ ഈ IRGC റെജീമിന്റെ കൾച്ചർ, അതാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. പ്രതിഷേധിക്കുന്നതിന് പിടിക്കപ്പെട്ട ആൾക്കാരെയൊക്കെ വധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് ഇച്ചിരി കടന്ന കൈയാണ്. എനിവേ നടക്കട്ടെ. അതുപോലെ ഇസ്രായേൽ 1 more എലിമിനേഷൻ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ. മുഹമ്മദ് അലി ഫത അലിസാദെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇയാൾ ബസിജി കമാൻഡോ യൂണിറ്റിന്റെ ഒരു പ്രത്യേക വിങ്ങിന്റെ തലപ്പത്താണ് പ്രവർത്തിക്കുന്നത്. നൽ ഫത്തേഹിം എന്ന് പറഞ്ഞ ബസിജിയുടെ ടോപ്പ് കമാൻഡിംഗ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ അലിസാദെ, മുഹമ്മദ് അലി ഫത അലിസാദെ. അപ്പൊ ഈ വ്യക്തിയാണ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ടോപ്പ് ലീഡർ തന്നെയാണ്. അതുപോലെ ഇന്ന് ഏപ്രിൽ 2 ഉച്ചയ്ക്ക് ശേഷം സെൻട്രൽ ഇസ്രായേലിലേക്ക് തുരിതരാ മിസൈലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ മോർ ഇഞ്ചുറീസ് എന്നാണ് ഇസ്രായേലിൽ നിന്നും ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ നിലവിലെ സ്റ്റേറ്റസ്, അമേരിക്കയുടെ അഭിപ്രായം എന്താണ്? ട്രംപ് ഇങ്ങനെ മാറി സ്റ്റേറ്റ്മെന്റ് മാറ്റി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൈംസ് ഓഫ് ഇസ്രായേലിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിൽ അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ട്രംപ് അവരുടെ ക്ലോസ് സർക്കിളിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഇറാൻ ഡീലിന് തയ്യാറായി, ഏത് ഡീൽ മുന്നോട്ട് വെച്ചാലും ഞാൻ ഏറ്റെടുക്കും, ആ മൊമെന്റിലാണ് ഞാൻ ഉള്ളത് എന്നുള്ള തരത്തിൽ ആശയവിനിമയം നടത്തിയതായിട്ടുള്ള വാർത്ത ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ അതിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺസിഡർ ചെയ്യുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വെദർ ഇറ്റ് ഇസ് ഓപ്പൺ ഓർ ഫ്രീ പാസേജ് അല്ലെങ്കിൽ അത് ഇറാന്റെ കൺട്രോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനും യാതൊരു ബന്ധവുമില്ല. അത് ഏറ്റവും കൂടുതൽ യൂറോപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു സൈഡിൽ യൂറോപ്പിനിട്ട് പ്രഷറും കൊടുക്കുന്നുണ്ട്. യൂറോപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള വാണിംഗ്, മുന്നറിയിപ്പ് ട്രംപ് തുടരെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും യൂറോപ്യൻസിന്റെ മേലിൽ പ്രഷർ ഇടാനാണോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ അമേരിക്കയുടെ ഉള്ളിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷർ ട്രംപിന്റെ മേളിലുണ്ട്. ഇപ്പൊ വീണ്ടും ഈ പൊളിറ്റിക്കൽ പ്രഷർ ഉയരാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കയിൽ 1 ഗാലൻ ഗ്യാസോലിൻ, അതായത് പെട്രോൾ, 1 ഗാലൻ ഫ്യൂവലിന്റെ വില $4 കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം നിലവിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് $4 കഴിയുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിലുപരിയായിട്ട് ഇത് ഓവറോൾ ആവറേജ് പ്രൈസ് ആണ് കേട്ടോ. എൻറ്റയർ US-ന്റെ ഫ്യൂവൽ സപ്ലൈ നോക്കിയിട്ട് അതിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് $4 പുറമെ വന്ന് നിൽക്കുന്നത്. $7.5 കാലിഫോർണിയയിൽ ഫ്യൂവല് വിൽക്കുന്നത്. ഇത് വൻ വിലക്കയറ്റമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കൂടും. ആ ക്ലിയർ കട്ട് മെസ്സേജ് കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മുതിർന്ന പൊളിറ്റീഷ്യൻസ് അവർ ഈ അഡ്വൈസ് പാസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇതിൽ ക്ലിയർ കട്ടായിട്ട് ഞാൻ രണ്ട് വിഷയം പറഞ്ഞുതരാം. ഈ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ട്രംപ് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ഇങ്ങനെ പിച്ചും പേയും പറയുന്ന കണക്കുള്ള പല ഡയലോഗുകൾ പറയുന്നുണ്ട്. അത് കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലുള്ള ഡയലോഗുകളാണ് പറയുന്നത്. എനിവേ അതൊരു സൈഡ് നിൽക്കട്ടെ. ട്രംപിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപിന് ഇപ്പോൾ വേണ്ടത് ഒരു ഇമേജ് ആണ്. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം ഞാൻ നിർത്തി എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് വേണം. അല്ലാതെ ഇറാൻ സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചത് കൊണ്ട് മാത്രമാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള പേര് ട്രംപിന് വരാൻ പാടില്ല. ട്രംപാണ് മുൻകൈ എടുത്ത് യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള പേര് ട്രംപിന് വേണം, നമ്പർ 1. രണ്ടാമത് അമേരിക്ക ഈ യുദ്ധത്തിൽ ഡോമിനേറ്റഡ് ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പേരും കൂടി വേണം. പരാജയം എന്നുള്ള നിലയിൽ പോകാൻ പാടില്ല. പിന്നെ ഇത്രത്തോളം മിലിറ്ററി ഫോഴ്സസിന് ഇത്രത്തോളം മിലിറ്ററി മൂവ്മെന്റ് നടത്തി സക്സസ്ഫുൾ ആയിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള പേരാണ് വേണ്ടത്. അല്ലാതെ നഷ്ടക്കച്ചവടമായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു അഭിപ്രായം അമേരിക്കയുടെ ഉള്ളിൽ വരാൻ പാടില്ല. അപ്പൊ ഇതിനെല്ലാം വേണ്ടത് എന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ യുദ്ധം നടത്തുന്ന ആരാണ്? യുദ്ധം നടത്തുന്നത് ഇസ്രായേലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇറാന്റെ ഏതെങ്കിലും ഒരു മിസൈൽ അമേരിക്കയിൽ പതിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലേക്കെല്ലാം ഇറാന്റെ മിസൈലുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവൻ യഥാർത്ഥത്തിൽ ഇവിടെ സൊല്യൂഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? സൊല്യൂഷൻ കൊടുക്കേണ്ടത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും അമേരിക്കയുടെ ചുമതലയാണ്. പക്ഷെ ഇവിടെ നിരുപാധികം ഈ രണ്ട് ഏരിയകളെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് അമേരിക്കയുടെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ട്രംപിന്റെ അഡ്വൈസേഴ്സ് ഉപദേശിക്കുന്ന അനുസരിച്ചുള്ള പ്രഖ്യാപനമാണ് ട്രംപ് ഓരോ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് അമേരിക്കയുടെ ഗോളും ഇസ്രായേലിന്റെ ഗോളും രണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ഗോൾ എന്താണ്? ഇപ്പൊ നെതന്യാഹുവിന്റെ ഗോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നെതന്യാഹുവിന്റെ ഗോൾ എന്താണ്? നെതന്യാഹുവിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി ഒരു തരത്തിലുള്ള തീവ്രവാദികളും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന് ആദ്യമേ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അപ്പൊ അതിന് ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ പ്രോക്സികളെയും നിയന്ത്രിക്കുന്ന ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റി അതിനെ പെർമനന്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുക. ഇതാണ് നെതന്യാഹുവിന്റെ ഗോൾ. ഇത്തരത്തില് ഡിറ്ററൻസ് ഉള്ള ഒരു ഡിസിഷൻ അമേരിക്കയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ ഈ ഡിസിഷൻ ഉള്ളത് ഇസ്രായേലിന്. യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനുള്ളത് ഒരു ചാൻസ് ആണ്, ഒറ്റ ചാൻസ്. എല്ലാ യുദ്ധവും ഇസ്രായേലിന് ഒരു ചാൻസ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1990 തന്നെ ഹിച്ചാക് റോബിൻ എന്ന് പറഞ്ഞ ഒരു അനലിസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ ക്യാൻ അഫോർഡ് ടു ലൂസ് ഓൺലി വൺ വാർ. ഒരു ഒറ്റ യുദ്ധത്തിൽ മാത്രമേ ഇസ്രായേലിന് പരാജയം അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അടുത്ത യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ഉണ്ടാവില്ല. ഇസ്രായേൽ തോൽക്കുന്ന ആ മൊമെന്റിൽ ഇസ്രായേൽ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഇസ്രായേൽ അവരുടെ ആ ഒരു ഡിറ്ററൻസ്, അവരുടെ ഡിഫൻസ് ഡിറ്ററൻസ് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു രാജ്യമാണ്. ഒരൊറ്റ വട്ടം പരാജയപ്പെട്ടാൽ മതി ഇസ്രായേൽ തീർന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഇസ്രായേൽ പരാജയപ്പെടാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ സർവൈവലിന്റെ വാറാണ് ഇത് എന്നുള്ളത് 1990 തന്നെ ഈ അനലിസ്റ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലൂസ് വൺ വാർ ദെൻ നോ മോർ ഇസ്രായേൽ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഒറ്റ ലൈൻ മതി, ഇതിൽ എല്ലാ കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ പലപ്പോഴും നടത്തുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ഈ സർജിക്കൽ സ്ട്രൈക്ക് മാതൃകയിൽ നടത്തുന്ന ചില ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഓപ്പറേഷനിൽ ജസ്റ്റ് 2 ഓപ്പറേഷൻ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊന്ന് 1981 ജസ്റ്റ് 8 F-16 ഫൈറ്റർ ജെറ്റുകളും അതുപോലെ 6 F-15 ഫൈറ്റർ ജെറ്റുകളുമായിട്ട് ഇറാഖിലേക്ക് പോവുകയാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ്. അവിടെ ഇറാഖിന്റെ ഉള്ളിൽ 70 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഒരു പവർ പ്രോജക്റ്റ് ഇറാഖ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വാർത്ത, ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ ഓപ്പറ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഫ്രഞ്ച് ബിൽഡ് ഒസിറാഖ് ന്യൂക്ലിയർ റിയാക്ടർ. ഇതൊരു പവർ പ്ലാന്റിന്റെ പ്രോജക്റ്റ് ആണ്. പക്ഷേ ഈ പവർ പ്ലാന്റിന്റെ പ്രോജക്റ്റ് പോലും ഇറാഖിന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ആ ഒരു ഡിറ്ററൻസ്. ഇസ്രായേലിന്റെ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ അന്ന് സദാം ഹുസൈൻ്റെ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന് അത്രമാത്രം ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. ഫിയർ മീൻസ് ഈ ഐഡിയോളജി കൊണ്ട് നടക്കുന്ന രാജ്യങ്ങളുടെ കയ്യിൽ ഇതേപോലെ യുറേനിയം പോലത്തെ ന്യൂക്ലിയർ സബ്സ്റ്റൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതിനെ ഏത് വിധേനയും റെഡിയാക്കി, അതായത് ഈ ഐഡിയോളജി കൊണ്ടു നടക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്നൊക്കെ പറയുന്നത് ഒരു മറയാണ്. ഈ കുട്ടികളെ തന്നെ മറയാക്കിയിട്ട് സിവിലിയൻസിനെ തന്നെ മറയാക്കി ദീൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ യുറേനിയം പോലത്തെ സബ്സ്റ്റൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അതിനെ മറയാക്കത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അതിനെ അവരുടെ ഫണ്ടമെന്റലിസം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് അവരിതിനെ മറയാക്കും. മനുഷ്യരെ മറയാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതേപോലത്തെ പദാർത്ഥങ്ങളെയൊക്കെ മറയാക്കിക്കൂടാ? അപ്പൊ ഈ ഫണ്ടമെന്റലിസം വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും കാലം അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർത്തുന്നതും. അവിടെ ആ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ 7 1981 ആ ഫ്രഞ്ച് ബിൽഡ് ഒസീറാക് ന്യൂക്ലിയർ റിയാക്ടർ ഇറ്റ്സ് അബൌട്ട് ടു ഫംഗ്ഷനിങ് ഓപ്പൺ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ അതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ തൂത്തുപറക്കി കളഞ്ഞു. അവിടെ റേഡിയേഷൻ ലീക്ക് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ഫൈൻ ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഓപ്പറേഷൻ നടത്തിയത് 1981 അതുപോലെ തന്നെ 2007 ഡമസ്കസിൽ നിന്നും 450 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അൽ കിബാർ ആണവ നിലയം, ഈ അൽ കിബാർ ആണവ നിലയവും ഇറ്റ്സ് അബൌട്ട് ടു ഫംഗ്ഷനിങ്. ഇത് 2007. അന്ന് ആസാദാണ് സിറിയ ഭരിക്കുന്നത്. അപ്പൊ അവിടെയും ഇസ്രായേലിന് കൺസേൺ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരശേഖരണങ്ങളെല്ലാം നടത്തി കൃത്യമായിട്ട് ഇതേപോലെ തന്നെ F-16 F-15 കൊണ്ടുപോയി കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തി അവിടെ ഗ്രൗണ്ട് ഫോഴ്സിനെ വരെ ഇറക്കി ഇസ്രായേൽ ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഈ മാതൃകയിൽ വരാൻ പോകുന്ന ഭീഷണികളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പണി തന്നെ. അതിനാണ് അവർ മൊസാദ് പോലത്തെ ഇന്റലിജൻസ് യൂണിറ്റുകളൊക്കെ വെച്ച് നടത്തുന്നത്. അപ്പം ഈ മാതൃകയുള്ള അറ്റാക്കുകൾ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ അന്ന് ലോകം പൊതുവിൽ കണ്ടംപ്റ്റ് ചെയ്തിരുന്നു. ഇസ്രായേൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടംപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇസ്രായേലിന്റെ ആക്രമണം വളരെ ശരിയായിരുന്നു എന്ന തരത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ലോകത്തിന് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, ഈ രാജ്യങ്ങളുടെ ഉള്ളിലെല്ലാം നല്ല രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒളിത്താവളങ്ങളായിട്ട് അവരുടെ സേഫ് ഹെവനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇറാഖ് ആയാലും ശരി തന്നെ, അതേപോലെ തന്നെ സിറിയ ആയാലും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. പിന്നീട് ഇസ്രായേലിന്റെ പ്രവർത്തികൾ ശരിയായിരുന്നു എന്ന തരത്തിൽ മെജോറിറ്റി രാജ്യങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇറാന്റെ യുദ്ധവും. ഇറാനെ എന്തുകൊണ്ട് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ റീസൺ. ശരിക്കും പറഞ്ഞാൽ ഐഡിയോളജിക്കൽ തീവ്രമത നിലപാട്, ഐഡിയോളജി കമ്പൈൻഡ് വിത്ത് ആണവായുധം, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഗുരുതരമായ പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഇന്ന് 1-2 മിസൈലുകളാണ് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു യുദ്ധം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മേളിൽ ഈ 1-2 മിസൈലുകളല്ല, ഇതിനേക്കാളും വലിയ രീതിയിലുള്ള വൻ ദുരന്തം എന്ന് ഭവിക്കും. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലാണ് ശരിക്കും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപ് വളഞ്ഞും തിരിഞ്ഞൊക്കെ സംസാരിക്കും, പക്ഷെ ഇവിടെ നെതന്യാഹുവിന്റെ എയിം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപിന് മാറിയും തിരിഞ്ഞൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഇറാന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ട്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് 1-2 മിസൈലുകളോ ഡ്രോണുകളോ വന്ന് പതിക്കുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിൽ ഇറാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ റെജീം പൂർണ്ണമായിട്ട് തകരുകയാണ്. ആ റെജീം മാത്രമല്ല, റെജീമിന്റെ പ്രോക്സികളും തകരുകയാണ്. ഇതിനകത്ത് 2 പ്രോക്സികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കണം, മറ്റൊരു പ്രോക്സിയെ സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. 2 പ്രോക്സികൾ എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഹിസ്ബുള്ളയും ഹമാസും. ഈ ഹിസ്ബുള്ളയും ഹമാസും ഇറാന്റെ ഡയറക്റ്റ് പ്രോക്സികൾ തന്നെയാണ്. പക്ഷേ ഹൂത്തികൾ ഇറാൻ ഉണ്ടാക്കിയ പ്രോക്സിയല്ല, അത് യമനിൽ ഉണ്ടായ ഒരു പ്രോക്സിയാണ്. ഇപ്പുറത്ത് സൗദി അറേബ്യ ടീമുകൾ സുന്നി യമനീസിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ അപ്പുറത്തുള്ള ഹൂത്തികളെ, ഷിയ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാൻ രംഗത്ത് വരികയായിരുന്നു. പിന്നീട് ഇറാന്റെ ചൊൽപ്പടിക്ക് വഴങ്ങി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ട ഒരു സാഹചര്യം ഹൂത്തികളുടെ ഉള്ളിലേക്ക് രൂപപ്പെടുന്നു. കാരണം എന്താണ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പൈസ ഇല്ലാത്തത് കൊണ്ട് ഇറാനാണ് ഫണ്ട് കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഈ തോക്കും പിടിച്ചുകൊണ്ട് ഹൂത്തികളുടെ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്കയൊക്കെ വിളിക്കുന്ന ആൾക്കാരില്ല, ഇവരൊക്കെ ആഹാരം കഴിച്ചിട്ട് തന്നെ പല ദിവസങ്ങളായിട്ടുണ്ടാവും. കാരണം എന്താണ്, ഇറാന്റെ റെജീം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഇവർക്ക് പൈസ പോലും ഇപ്പോൾ പോകുന്നില്ല. അതാണ് പൊതുവിലുള്ള അറിവ്. 2024 150 കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഹൂത്തികൾ 2025 വെറും 7 കമേഴ്ഷ്യൽ ഷിപ്പുകൾ മാത്രമേ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത്രമാത്രം അവർ വീക്കായിട്ടുണ്ട്. ഇസ്രായേലിനെ നോക്കി അവർ തുരിതരാ മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മിസൈലുകളുടെ എണ്ണം തീരെ കുറഞ്ഞിട്ടുണ്ട്. ഹൂത്തികളുടെ കയ്യിലും സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഇവരുടെ റെജീം ഭയങ്കര വീക്കാണ്. ഇപ്പൊ നിങ്ങൾ ഹെസ്ബുള്ളയെ നോക്കൂ. ഹെസ്ബുള്ള ശരിക്കും പറഞ്ഞാൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് അവരിപ്പം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങളൊന്നും ഹെസ്ബുള്ളയ്ക്ക് നടത്താൻ സാധിക്കുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഹെസ്ബുള്ള കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് മീൻസ് അവരുടെ ലാസ്റ്റ് ബ്രെത്ത്, അതാണ് ഇപ്പം ഹെസ്ബുള്ള അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ഫാക്റ്റാണ്. ഇത് അംഗീകരിക്കാൻ ഒരു പക്ഷേ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ സാധിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. അന്ത്യശ്വാസമാണ് ഹിസ്ബുള്ളയൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹിസ്ബുള്ളയ്ക്ക് ആരാണ് പൈസ കൊടുക്കാൻ പോകുന്നത്?
ഇനി അഥവാ ട്രംപ് യുദ്ധം നിർത്തുന്നെങ്കിൽ തന്നെ ഈ പ്രോക്സികളെ ആര് നിയന്ത്രിക്കും? കാരണം തീവ്ര നിലപാടുള്ള ടോപ്പ് ലെവലിലുള്ള IRGCയെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അത് മാത്രമല്ല, ഇനി ഇറാന്റെ റീകൺസ്ട്രക്ഷന് തന്നെ കോടിക്കണക്കിൽ പൈസ ആവശ്യമുണ്ട്, ട്രില്യൺ കണക്കിൽ പൈസ ആവശ്യമുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഈ പ്രോക്സികളെ തെറ്റിപ്പോറ്റുക? ഇങ്ങനെയുള്ള റിയാലിറ്റീസ് ഒക്കെ മുന്നിലുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായിട്ട് നോക്കാം. ഇപ്പൊ ഇതാണ് സത്യാവസ്ഥ. ഹമാസിനെ നിങ്ങൾ നോക്കൂ. ഹമാസ് ആണെങ്കിൽ കൈയും കാലും തല വേറെ എല്ലാം മാറിക്കിടക്കുകയാണ്. ശരിക്കും ഒരു ജീവനറ്റ ശരീരത്തിന് തുല്യമാണ് ഹമാസ്. അവരുടെ വോയിസ് പോലും പുറത്ത് കേൾക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ്, IRGC റെജീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ ജനങ്ങൾക്ക് നല്ലൊരു സർക്കാർ വരണം എന്നുണ്ടെങ്കിൽ അത് ആ ജനങ്ങളുടെ തീരുമാനമായിരിക്കണം. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിപ്പോൾ IRGC ജനങ്ങൾ തിരഞ്ഞെടുത്താലും നമുക്കൊന്നും പറയാനില്ല. കാരണം IRGCയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളത് ഇറാനികൾക്കാണ്, നേരെ മറിച്ച് ഇന്ത്യക്കാർക്കോ കേരളത്തിലുള്ള ആൾക്കാർക്കോ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് റൂളിംഗ് പൊളിറ്റിക്കൽ വിങ്ങിനെ നമ്മളിപ്പോൾ അതിനകത്ത് ചോദ്യം ചെയ്യുന്നില്ല. ഏതായാലും മസൂദ് പെസസ്കിയാൻ ഇപ്പോൾ അമേരിക്കയുടെ ഫ്ലാഗ് കത്തിച്ചിട്ടുണ്ട്. അതായത് മുജിതാബ ഖൊമനേയി, ആയത്തുള്ള ഖൊമനേയിയുടെ പാത്വേയിലൂടെ നമ്മൾ സഞ്ചരിക്കും എന്നുള്ള ട്വീറ്റ് വന്നതിനെ തുടർന്നാണ് മസൂദ് പെസസ്കിയാൻ ഈ അമേരിക്കൻ ഫ്ലാഗ് കത്തിച്ച് ആ ഒരു വിരോധം, ഞാനും നിങ്ങളോടൊപ്പമാണ്, ഐ ആം ആൾസോ എ പേഴ്സൺ ഓഫ് IRGC എന്നുള്ളതിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ നമുക്കറിയില്ല, ആ ലിബറലിസം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഡെത്ത് ടു അമേരിക്ക വിളിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മസൂദ് പെസസ്കിയാനും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ, ഞാനിവിടെ ഒരു ഫോട്ടോഗ്രാഫ് വെക്കുന്നുണ്ട്, ഈ ഫോട്ടോഗ്രാഫിൽ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ പേരുകളും ഇസ്രായേൽ ടാർഗറ്റ് ലിസ്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഇറാൻ യുദ്ധവും ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ, ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിന്റെ സസ്റ്റൈനബിലിറ്റി, അതുപോലെ അവരുടെ ഡിഫൻസ് ഡിറ്ററൻസ്, അതുപോലെ ആ രാജ്യത്തിന്റെ സർവൈവൽ, അതുപോലെ അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇതിനെ ഇസ്രായേൽ അനുകൂലം അല്ലെങ്കിൽ ഇറാനെതിരെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വിലയിരുത്താം. പക്ഷേ ഇതാണ് ഫാക്ട്, ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് ട്രംപ് ഇനി ഏത് വിധേന യുദ്ധം അവസാനിപ്പിച്ചാലും ഇറാൻ ഉണ്ടായിരിക്കുന്നത് വൻ നഷ്ടമാണ്. അത് നികത്താൻ ട്രില്യൺ കണക്കിന് പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.